ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതലുള്ള വാക്യങ്ങളാണ്. കളകളുടെയും വിളകളുടെയും ഉപമയെക്കുറിച്ചാണ് ഈ വചനഭാഗം. വിളകൾക്കിടയിൽ കളകളെ കണ്ട് വേലക്കാർ ചെന്ന് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള യജമാനോട് ചോദിക്കുന്നുണ്ട്, യജമാനനെ, നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചത്? വിളകൾക്കിടയിൽ കളകൾ, ഞങ്ങൾ പോയി കളകൾ പറിച്ചു കൂട്ടട്ടെ. അതിന് ക്രിസ്തുവിൻ്റെ മനസ്സുള്ള യജമാനൻ പറയുന്ന ഉത്തരം ഇതാണ്: നിങ്ങൾ കളകൾ പറിച്ചു കൂട്ടണ്ട. എന്തൊരു ദൈവമാണ്! വിളകൾക്കിടയിൽ കളകളെ കണ്ടിട്ട് കളകൾ പറിച്ചു കൂട്ടട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കളകൾ പറിച്ചു കൂട്ടണ്ട എന്ന് പറയുന്ന യജമാനൻ. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പുണ്ടായിരുന്ന ഇടവകയിൽ ഒരു സഹോദരൻ പള്ളിയിലൊന്നും വരാറില്ല, നല്ല കുടിയാണ്. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം പള്ളിയുടെ മുമ്പിലൂടെ ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് അദ്ദേഹം കുടിച്ചു കൂത്താടി ആടി പോകുന്നത് പലപ്പോഴും കാണാറുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ പള്ളിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് വർത്തമാനം പറയാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് വളരെ സ്നേഹത്തോടു കൂടെ സംസാരിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടായി, എന്താ പള്ളിയിലൊന്നും വരാറില്ലല്ലോ, എന്താ പള്ളിയിൽ വരാത്തത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതാ തുടങ്ങി, ഇതാ നിങ്ങളുടെ അച്ഛന്മാരുടെ പ്രശ്നം. ഒന്ന് വർത്തമാനം പറഞ്ഞ് സ്നേഹമായി കമ്പനിയായി വരുമ്പോഴേക്കും തുടങ്ങും പള്ളി പട്ടക്കാരനും. അച്ഛൻ്റെ അറിവിന് വേണ്ടി പറയുവാണ്, ഞാൻ പള്ളിയിൽ വരാറില്ല, ഞാൻ പട്ടക്കാരൻ്റെ അടുക്കലും വരാറില്ല, ഞാൻ ധ്യാനത്തിനും വരാറില്ല, കുർബാനയ്ക്കും വരാറില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു ചുക്കും സംഭവിക്കുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ലല്ലോ. എന്തുമാത്രം അഹന്തയോടുകൂടിയാണ് ആ സഹോദരൻ അങ്ങനെ പറഞ്ഞത്. പ്രിയമുള്ളവരെ, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മകഥം ചെയ്യുന്നു. ആരാണ് എന്നെ കാണുക? ഇരുട്ടെനിക്ക് മറയാണ്, ഭിത്തികൾ എന്നെ ഒളിപ്പിക്കുന്നു, ആരും എന്നെ കാണുന്നില്ല. ഞാൻ എന്തിനു പേടിക്കണം? അത്യുന്നതൻ എൻ്റെ പാപങ്ങൾ പരിഗണിക്കുകയില്ല. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. ഞാൻ ഇതുപോലെ മോശമായി ജീവിക്കുന്നു, തെറ്റായി ജീവിക്കുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ലല്ലോ, ഇത് ദൈവം കാണുന്നില്ലല്ലോ, ഇതൊന്നും ദൈവം കാണുന്നേ ഇല്ല എന്ന് ചിന്തിക്കുന്ന കുറേയേറെ മനുഷ്യരുണ്ട്. വേറെ ചിലരിങ്ങനെയല്ല. ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, ഞാൻ മുമ്പ് തെറ്റായി ജീവിച്ച് നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടായിരുന്നതേയില്ല. ഇപ്പോൾ ഞാൻ ധ്യാനത്തിന് പോയി, ദ്വീപിലേക്കെന്നും പോയി, കൂദാശകൾ എന്നും മുടങ്ങാതെ സ്വീകരിച്ച് ഞാൻ നല്ല മോനായി ജീവിക്കുമ്പോൾ ഇപ്പം എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ മാറിയിട്ടൊരു കാലമില്ല. പക്ഷെ വേറെ ചിലർ, അവർ പള്ളിയും ഇല്ല, പ്രാർത്ഥനയും ഇല്ല, ദൈവവിശ്വാസം പോലും ഇല്ല, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ലല്ലോ. എന്തുമാത്രം നിരാശയോടുകൂടെയാണ് അവർ പറയുന്നത്. അവർ പറയും, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? ഞങ്ങളുടെ നന്മകൾ ദൈവം കാണുന്നില്ലേ? അവരുടെ തിന്മകൾ ദൈവം കാണുന്നില്ലേ? ജോബ് ഇതേ ചോദ്യം വിശുദ്ധ വചനത്തിൽ ചോദിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. ജോബ് ചോദിക്കുന്നുണ്ട്, ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? അവർ വാർദ്ധക്യം പ്രാപിക്കുകയും ശക്തരാകുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? സന്തതി പരമ്പരകൾ അഭിവൃദ്ധിപ്പെടുന്നത് കാണാൻ അവർ ജീവിച്ചിരിക്കുന്നു. അവരുടെ ഭവനങ്ങൾ ഭയമറിയാതെ സുരക്ഷിതമായിരിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷാദണ്ഡ് അവരുടെ മേൽ പതിച്ചില്ല. ജോബ് നല്ല മോനായി ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ, മറ്റുള്ളവർ തെറ്റായി ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാതെ വരുമ്പോൾ പലപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവം ഇതൊന്നും കാണുന്നില്ലേ? നമ്മുടെ ദൈവം കണ്ണ് കാണാത്തവനാണോ? പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ദൈവം വിളകൾക്കിടയിൽ കളകളെ കണ്ടിട്ട് കളകളെ പറിച്ചെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ പറിച്ചെടുക്കണ്ട എന്ന് പറഞ്ഞത്? പ്രിയമുള്ളവരെ, വചനത്തിൽ തന്നെ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. വചനം പറയുന്ന ഇതാണ്, യജമാനൻ പറയുന്നു, നിങ്ങൾ കളകൾ പറിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷേ വിളകൾക്ക് നാശം സംഭവിച്ചാലോ? നിങ്ങൾ കളകൾ പറിച്ചെടുക്കുമ്പോൾ ഒരുപക്ഷേ വിളകൾക്ക് നാശം സംഭവിച്ചാലോ എന്ന് കരുതിയാണ്, വിളകളെ പ്രതിയാണ് പലപ്പോഴും ദൈവം
അത് കളയാണെന്നറിഞ്ഞിട്ടും കളകളെ കണ്ടിട്ടും കളകളെ പറിച്ചെടുക്കാതെ വിടുന്നത് എന്ന ഒരു വലിയ സത്യം വചനം നമുക്ക് പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോഴുള്ളവരെ, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന നെസ്റ്റ് എന്ന് പറയുന്ന ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു ദിവസം ഞാൻ എൻ്റെ മുറിയിലിരിക്കുമ്പോൾ പ്രായം ചെന്നൊരു അമ്മച്ചി എൻ്റെ മുറിയിലേക്ക് കടന്നു വന്നു. ഒത്തിരിയേറെ പ്രായം ചെന്നൊരു അമ്മച്ചി. ഈ അമ്മച്ചി കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഇവിടെയുള്ള ലിജോ എന്ന് പറയുന്ന മകൻ്റെ അമ്മയാണ്. അവിടെ അഡിക്ഷനിൽ വിധേയനായി വന്ന ഒരു മോൻ്റെ അമ്മയാണ്. ഞാൻ പറഞ്ഞു, ലിജോ, എനിക്ക് മനസ്സിലായി. അമ്മച്ചി ഇരിക്കൂ. അമ്മച്ചി പറഞ്ഞു, അച്ഛന് ലിജോയെ മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായോ അമ്മച്ചി. അമ്മച്ചി ഇരിക്കൂ. അമ്മച്ചി പറഞ്ഞു, അയ്യോ, അച്ഛന് ലിജോയെ മനസ്സിലായില്ല. ലിജോ മെലിഞ്ഞ പയ്യൻ, എൻ്റെ മോൻ. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി അമ്മച്ചി. അമ്മച്ചി ഇരിക്കൂ. അമ്മച്ചി നിരാശയോടെ പറഞ്ഞു, അയ്യോ, അച്ഛന് മനസ്സിലായില്ലല്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറയുന്നതൊന്നും അമ്മച്ചിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അമ്മച്ചിയോട് കൈകൊണ്ട് ചോദിച്ചു, ചെവി രണ്ടും കേൾക്കത്തില്ലേ? അമ്മച്ചി എന്നോട് പറഞ്ഞു, ചെവി രണ്ടും കേൾക്കത്തില്ല, ചെവി കേൾക്കത്തില്ല. എൻ്റെ ഇവിടെയുള്ള മോനില്ലേ ലിജോ, അവൻ എന്നെ എല്ലാ ദിവസവും കുടിച്ചു വന്ന് ചെകിടത്തടിച്ചടിച്ചടിച്ച് എൻ്റെ ചെവിയുടെ ഡയഫോറെന്ന് എന്തൊക്കെ പറയുന്ന ഒരു സാധനം അടിച്ചു പോയെന്ന്. അതുകൊണ്ട് ചെവി കേൾക്കത്തില്ല, ചെവി രണ്ടും കേൾക്കത്തില്ല. ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള മോനോ? വളരെയേറെ മെലിഞ്ഞൊരു പയ്യൻ. അവൻ അമ്മച്ചിയുടെ ചെകിടത്തടിച്ച് അമ്മച്ചിയുടെ ചെവിയുടെ ഡയഫ്രം പൊട്ടിച്ച് ചെവി കേൾക്കാനില്ല. അവൻ അമ്മച്ചിനെ എല്ലാ ദിവസവും തല്ലുമായിരുന്നു. അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, അവൻ 1.5 വയസ്സുള്ളപ്പോൾ അവൻ്റെ അപ്പൻ തൂങ്ങി മരിച്ചതാണ്. ഞാൻ മോൻ്റെ കരച്ചിൽ കേട്ട് ഓടി വരുമ്പോൾ അവൻ്റെ തലയ്ക്ക് മീതെ അപ്പൻ തൂങ്ങിക്കിടക്കുകയാണ്. അതിനുശേഷം അച്ഛാ, ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ കടന്നുപോയി. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നറിയാതെ ഏറെ വലഞ്ഞു. ഞാൻ എൻ്റെ മകനെ പ്രതിയാണ് പിന്നെ ജീവിച്ചത്. ഇത്രയും വിവാഹാലോചനകൾ വന്നു, 2 കെട്ടുകൾ. പക്ഷേ അതൊന്നും ഞാൻ വിവാഹത്തിനൊന്നും സമ്മതിച്ചില്ല. കാരണം എൻ്റെ മോന് അവന് വേണ്ടി ജീവിക്കണമെന്ന് ചിന്തിച്ചു. എന്തോരം പ്രലോഭനങ്ങളുണ്ടായി, എന്തോരം പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ മോന് വേണ്ടി ജീവിച്ചു. അവന് വേണ്ടിയാണ് ജീവിച്ചത്. 10ാം ക്ലാസ് വരെ അവൻ നല്ല മോനായിരുന്നു. അതിനുശേഷം അവൻ ചീത്ത കൂട്ടുകെട്ടുകളിൽ പെട്ട് മദ്യവും ലഹരിക്കൊക്കെ അടിമയായി. ഞാൻ 2 വീടുകളിൽ വീട്ടുജോലിക്ക് പോകുന്നുണ്ട്. അവിടെ പാത്രം കഴുകി കൊടുത്തും ഭക്ഷണം പാകം ചെയ്തും തുണി അലക്കി കൊടുത്തുമൊക്കെ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ ഓരോ വീട്ടിൽ നിന്ന് 75 രൂപ വെച്ച് കിട്ടും. 150 രൂപ കിട്ടും വെച്ചാ. എല്ലാ ദിവസവും ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നത് നോക്കി എൻ്റെ മോൻ വീടിന് മുമ്പ് കാത്തു നിൽക്കുന്നുണ്ടാകും. ഞാൻ വരുമ്പോൾ അവൻ ഓരോന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് തല്ലും. എവിടെ പൈസ ഒളിപ്പിച്ച് വെച്ചാലും എന്നെ നിലത്തുന്തി വീഴ്ത്തി അവനത് പിടിച്ചെടുത്തു പോകും. ചിലപ്പോൾ 100 രൂപ കൊണ്ടുപോകും, ചിലപ്പോൾ 120 രൂപ, ചിലപ്പോൾ 150 രൂപയ്ക്ക് കൊണ്ടുപോയി അവൻ കുടിച്ച് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് കുടിച്ച് കൂത്താടി വരും അച്ഛാ. എനിക്ക് BPL കാർഡുണ്ട്, എനിക്ക് ഫ്രീ ആയിട്ട് അരി കിട്ടും 2 രൂപയ്ക്ക്. ഞാനത് വെച്ച് ചമ്മന്തി എങ്ങാനും അരച്ച് കഴിക്കാമെന്ന് വെക്കുമ്പോൾ ഇവൻ വന്ന് ഓരോന്ന് പറഞ്ഞ് എന്നെ തല്ലും അച്ഛാ. എന്നും എന്നെ തല്ലും, എൻ്റെ ചെകിടത്തിട്ടടിക്കും. എന്നെ അടിച്ചടിച്ചടിച്ച് ഇപ്പോൾ ചെവി ഒന്നും കേൾക്കാൻ പറ്റാത്ത വിധത്തിലായി. എല്ലാ ദിവസവും അവൻ എന്നെ തല്ലി എൻ്റെ ഈ പല്ലൊന്നും കടിക്കാൻ പറ്റാത്ത വിധത്തിലാക്കി. എല്ലാ ദിവസവും അവൻ ചോറ് വലിച്ചെറിഞ്ഞ് കളയും. ഞാൻ ചിലപ്പോൾ മുറ്റത്തുനിന്ന് പോലും വിശന്നിട്ട് ഞാൻ അത് വാരി തിന്നിട്ടുണ്ടച്ചാ. അവൻ എന്നും എന്നെ തല്ലും അച്ഛാ. എല്ലാ ദിവസവും അവൻ എന്നെ തല്ലും. ഞാൻ നോക്കുമ്പോൾ അമ്മച്ചി വാവിട്ട് കരയുവാണ്. ഞാൻ ചോദിച്ചു, അമ്മച്ചി, അവൻ നല്ല മോനാകും, അമ്മച്ചി വിഷമിക്കണ്ട, അമ്മച്ചി ഇപ്പോൾ എന്തിനാ വന്നത്? അമ്മച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാനിപ്പോൾ വന്നത് എൻ്റെ മോൻ ലിജോ പാവോ അച്ഛാ, അവൻ പ്രാക്ക, അവൻ കുടിച്ച് ബോധമില്ലാണ്ട് വരുമ്പോഴാ എന്നെ ചീത്ത പറയും തല്ലൊക്കെ ചെയ്യണം. അവൻ പാവാ അച്ഛാ. അച്ഛൻ ഇവിടെ അവൻ എന്തെങ്കിലും മോശമായി സംസാരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അവനെ ചീത്ത പറയുകയോ തല്ലുകയോ ഒന്നും ചെയ്യരുത്. എൻ്റെ മോൻ പാവാ. ഞാൻ ചോദിച്ചു, ആരാ പറഞ്ഞത് അമ്മച്ചിയുടെ മോനെ ഇവിടെ തല്ലുമെന്ന്? അമ്മച്ചി എന്നോട് പറഞ്ഞു, അല്ല, അവനിങ്ങനെ ഈ കൊത്തി വർത്താനം കൂടുതലാണ്. അവൻ വർത്താനം പറയുമ്പോൾ എൻ്റെ മോനെ ആളുകളൊക്കെ വെറുതെ പിടിച്ച് തല്ലു വെച്ച.
എൻ്റെ സംസാരം ശരിയാവാണ്ട, പക്ഷെ എല്ലാ ദിവസവും എൻ്റെ മോൻ ആരെങ്കിലുമൊക്കെ തല്ലും. അച്ഛാ, എനിക്ക് ആകെ ഉള്ളൊരു മോനാ, അവനെ അച്ഛൻ ഒന്നും ചെയ്യണ്ട കേട്ടോ, അവൻ പാവാ, അവനെ തല്ലരുത്. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും തല്ലി തകർത്ത്, എല്ലാ ദിവസവും തല്ലി ചികിടത്ത് തല്ലി അടിച്ച് വേദനിപ്പിച്ച് ചെവി കേൾക്കാനാകാത്ത അവസ്ഥയിലാക്കിയ, ഒന്നും കടിച്ചു തിന്നാൻ പോലും പറ്റാത്ത വിധത്തിൽ പല്ല് ഡിസ്ലൊക്കേറ്റഡ് ആക്കിയ ഒരു മോനെക്കുറിച്ച് അമ്മ പറയണത് കേട്ട് ഞാൻ ആശ്ചര്യത്തോടെ നോക്കി നിന്നു. ഞാൻ കരുതി ഇത് അമ്മ പറയണത് അച്ഛാ അവൻ എല്ലാ ദിവസവും എന്നെ തല്ലും, ഇവിടെ 30 ദിവസം ചികിത്സയ്ക്കായി അവനില്ലേ, എല്ലാ ദിവസവും 1 വീതം 3 നേരം ചുട്ട പെട അവന് കൊടുക്കണം എന്ന് പറയുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അമ്മച്ചി എൻ്റെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, അച്ഛാ അവനെ തല്ലരുത് എന്ന്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് അങ്ങനെ പറയാൻ സാധിക്കുക? പോകുന്നതിന് മുമ്പ് ഈ അമ്മച്ചിനോട് പറഞ്ഞു, അച്ഛാ അവനെ വേദനിപ്പിക്കൊന്നും വേണ്ട, അവൻ നല്ല മോനാവില്ലേ, എനിക്ക് നല്ല മോനായി അവനെ തിരിച്ചു തരണം, അവൻ മാത്രമേ എനിക്കുള്ളൂ, അവന് വേണ്ടിയാ ഞാൻ ജീവിക്കണേ, അച്ഛാ അവൻ നല്ല മോനായി തിരിച്ചു തരണം കേട്ടോ. കരഞ്ഞുകൊണ്ട് ആ അമ്മച്ചിനെ ഞാൻ യാത്രയാക്കുമ്പോൾ ഞാൻ ഉടൻ തന്നെ അവനെ കാണാൻ തീരുമാനിച്ചു. ഞാൻ മുകളിൽ പോയി അവനെ വിളിച്ച് ഞാൻ പറഞ്ഞു, മോനു, നിൻ്റെ അമ്മ നിന്നെപ്പറ്റി പറഞ്ഞത് എന്താണെന്നറിയൂ? നീ പാവമാണെന്ന്, നീ പ്രാക്കാണെന്ന്, നിന്നെ തല്ലരുതെന്ന്. മോനു, എല്ലാ ദിവസവും നീ കുടിച്ചു വന്ന് നിൻ്റെ അമ്മേനെ തല്ലാറില്ലടാ, നിനക്ക് വേണ്ടി ജീവിക്കാൻ മറന്നൊരമ്മേനെ ഇങ്ങനെ എൻ്റെ മോനു നിനക്കിങ്ങനെ തല്ലാനാകണു? നിൻ്റെ അമ്മ നീ പാവമാണെന്ന് എങ്ങനെ അങ്ങനെ അമ്മയ്ക്ക് പറയാനാകണു? എൻ്റെ മോന് ഇത്ര നല്ലൊരു അമ്മയെ കിട്ടിയിട്ടില്ലടാ, നീ ഇങ്ങനെ ജീവിതം മുഴുവൻ നശിപ്പിക്കണത്. എൻ്റെ മോൻ നല്ല മോനാവണം. അവൻ ആദ്യമായി കുറേ കരഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് ആ മകൻ നല്ല മോനായി ജീവിക്കുന്നു. ഞാനിത് പറഞ്ഞത് എന്തുകൊണ്ട് ഈ ലിജോ എന്ന് പറയുന്ന മകൻ വളരെ മോശമായി സ്വന്തം അമ്മയെപ്പോലും ഇതുപോലെ തല്ലിച്ചതച്ചും അത് പണിയെടുത്തു കൊണ്ടുവരുന്ന പൈസ മുഴുവനും വാങ്ങി കുടിച്ച് രസിച്ച് നടന്നപ്പോൾ എന്തേ കളയായ ആ മകനെ ദൈവം ശിക്ഷിച്ചില്ല എന്ന് ചോദിച്ചാൽ, ശിക്ഷിക്കണില്ല എന്ന് ചോദിച്ചാൽ, ഈ അമ്മ എന്ന് പറയുന്ന വിളസമാനമുള്ളൊരു ജീവിതം അവൻ്റെ പുറകിലുണ്ട് എന്നതാണ് സത്യം. ഇപ്പോഴുള്ളവരെ, നമ്മളൊക്കെ പലപ്പോഴും തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നടക്കുമ്പോൾ, തിന്മയായി ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ നമ്മളാരും കരുതരുത് ദൈവം നമ്മളെ ആരെയും കാണുന്നില്ല, നമ്മുടെ തെറ്റുകളൊന്നും കാണുന്നില്ല, നമ്മുടെ ഈ തെറ്റിൻ്റെ വഴികളൊന്നും ദൈവം കാണുന്നില്ലെന്ന് ആരും കരുതരുത്. ഇപ്പോഴുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവിടുന്ന് മനുഷ്യൻ്റെ എല്ലാ മാർഗങ്ങളും നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവമെല്ലാം കാണുന്നുണ്ട്, നമ്മുടെ തെറ്റുകൾ കാണുന്നുണ്ട്, ഞാൻ ആയിരിക്കുന്ന അവസ്ഥകളെ കാണുന്നുണ്ട്. പക്ഷെ അതിന് പുറകിൽ വിളസമാനമുള്ള ഭാര്യ എന്ന് പറയുന്ന, ഭർത്താവ് എന്ന് പറയുന്ന, മക്കളെന്ന് പറയുന്ന, മാതാപിതാക്കളും കൂടപ്പിറപ്പുകൾ എന്നൊക്കെ പറയുന്ന, നമുക്ക് വേണ്ടി കരയുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ വിളസമാനമുള്ള ജീവിതങ്ങളെ ഓർത്ത, അവരെ കണ്ട, അവരെ പ്രതിയ നമ്മുടെ ജീവിതത്തിൽ തെറ്റിലൂടെ നടക്കുമ്പോഴും കളകളായി ജീവിക്കുമ്പോഴും ദൈവം നമ്മളെ തകർക്കാതെ വിടണത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മയുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മുമ്പിൽ അഹങ്കരിക്കാൻ, ദൈവത്തിൻ്റെ മുമ്പിൽ അഹന്തയോടെ സംസാരിക്കാൻ, ഞാൻ തെറ്റായി നടക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്നൊന്നും അഹങ്കരിക്കാനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ല എന്ന് തിരിച്ചറിയാനാകട്ടെ. ഇപ്പോഴുള്ളവരെ, രണ്ടാമത് ഞാനിങ്ങനെ പറയും, എന്തുകൊണ്ടാണ് വിളകൾക്കിടയിൽ കളകളെ കണ്ടപ്പോൾ കളകൾ പറിച്ചു കൂട്ടട്ടെ എന്ന് ചോദിക്കുമ്പോൾ കളകൾ പറിച്ചു കൂട്ടണ്ട എന്ന് ദൈവം പറയണത്? ഇപ്പോഴുള്ളവരെ, നെസ്റ്റ് ഡീഡിഷൻ സെൻറ്ററിൽ ഒരു മോനെ വർഷങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്നു. ഗൾഫിൽ ജോലിയുള്ള ഔസേപ്പ് എന്ന പേരായൊരു സഹോദരൻ. അദ്ദേഹം കുടിച്ച് ബോധമില്ലാതെ സ്വന്തം ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിനെ നാട്ടുകാരും വീട്ടുകാരും അയൽവക്കക്കാരെല്ലാവരും ചേർന്ന് പിടിച്ചു കെട്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊലപാതക ശ്രമത്തിന്, ഗാർഹിക പീഡനത്തിന്, സ്ത്രീ പീഡനത്തിനെല്ലാം കേസ് ചുമത്താൻ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു,
എൻ്റെ ചേട്ടൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടില്ല, എൻ്റെ ചേട്ടൻ മണ്ണെണ്ണ ഒഴിച്ചതേയില്ല, ഞാനാ മണ്ണെണ്ണ ഒഴിച്ചത്. പെട്ടെന്ന് എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി. അവൾ പറഞ്ഞു, എൻ്റെ ചേട്ടൻ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ ചേട്ടന് നിരപരാധിയാണ്. പെട്ടെന്ന് എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ SI പറഞ്ഞു, കണ്ടടാ, നിൻ്റെ ഭാര്യ നിന്നെ രക്ഷിക്കാൻ വേണ്ടി നുണ പറയുന്നത് കണ്ടോ? ഇതുപോലൊരു നല്ല ഭാര്യയെ കിട്ടിയിട്ട് എൻ്റെ മോനെ അവനോട് ചോദിച്ചു, ഒന്നെങ്കിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്ത് നിന്നെ ഇന്ന് തന്നെ ജയിലിൽ റിമാൻഡിൽ അയക്കും, അതല്ലേ നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഔസേപ്പെ നിന്നെ നെസ്റ്റിലേക്ക് ഡീഅഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് വിടാം, ഏത് വേണം. ജയിലിൽ പോകാനുള്ള മടി കാരണം ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഡീഅഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് പോകാം. അങ്ങനെയാണ് ഈ ഔസേപ്പ് എന്ന് പറയുന്ന സഹോദരനെ നെസ്റ്റിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹം നെസ്റ്റിൽ വന്നു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും കൊച്ചുകുട്ടികളെ പോലെ ഇരുന്ന് കരയും. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താണ് വാവിട്ട് കരയണത്? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഇരുന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു വെച്ചാൽ, എൻ്റെ അന്ന് ബോധമില്ലാതെ മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാനൊന്ന് എൻ്റെ ലൈറ്റർ കത്തിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ഭാര്യ മരിച്ചു പോയേനെ. ഇത്രയും നല്ല ഭാര്യ എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടേനെ. ഞാനൊരു കൊലപാതകിയായി ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. ഞാനൊരു ജീവപര്യന്ത തടവുകാരനായേനെ. എൻ്റെ മക്കള് അപ്പൻ ജയിലിലും അമ്മ മരിച്ചുപോയ അവസ്ഥയിൽ വല്ല അനാഥ മന്ദിരത്തിൽ ചെന്നെത്തിയേനെ. പ്രായം ചെന്ന എൻ്റെ അമ്മ ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ ചെന്നുവിട്ടേനെ. എൻ്റെ അച്ഛാ, ദൈവം എന്നെ വീണ്ടെടുത്തില്ലായിരുന്നെങ്കിൽ, ദൈവം എന്നെ ആ ഒരു നിമിഷം ഒന്ന് അമാന്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എവിടെ ചെല്ലേണ്ടതാ? എൻ്റെ പാവം പിടിച്ച ഭാര്യയ്ക്ക് അവളെ കാണണം, എൻ്റെ മക്കളെ കാണണം. അങ്ങനെ അവർ വരികയും കൗൺസിലിങ്ങിലൊക്കെ ഈ മനുഷ്യൻ നല്ല മോനാകണമെന്ന് വലിയൊരു ആഗ്രഹം പുറപ്പെടുവിച്ചു. അതിന് ശേഷം അദ്ദേഹം നെസ്റ്റിൽ നിന്ന് 30 ദിവസത്തിന് ശേഷം പോയി. അദ്ദേഹം മദ്യപാനം നിർത്തി നല്ല മോനായി അദ്ദേഹം ഗൾഫിലേക്ക് മടങ്ങിപ്പോയി. അവിടെ അദ്ദേഹം താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ 16ഓളം സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാവരുടെയും ഒരു സന്തോഷം എന്ന് പറയുന്നത് വൈകുന്നേരം എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് വന്നാൽ ഭക്ഷണം വെച്ച് മദ്യപിക്കുക എന്നതാണ്. കുടി നിർത്തി നല്ല മോനായി ചെന്ന ഔസേപ്പ് എന്ന് പറയുന്ന സഹോദരൻ, അദ്ദേഹം അവിടെ ചെന്നു. അവരെല്ലാവരും കാത്തിരിക്കുകയായിരുന്നു മടങ്ങി വരുന്ന ഔസേപ്പിന് സ്വീകരണം കൊടുക്കാൻ ഏറ്റവും നല്ല മുന്തിയ മദ്യം വാങ്ങിക്കൊണ്ട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടടാ, ഞാൻ കുടി നിർത്തി. അവർ പറഞ്ഞു, പോടാ, ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടതാണ്, കുടിക്കരാ. അവൻ പറഞ്ഞു, വേണ്ട, ഞാൻ കുടിക്കണില്ല, ഞാൻ കുടിച്ചതുകൊണ്ടല്ലേ ഞാൻ നാട്ടിൽ ചെന്ന് എൻ്റെ ഭാര്യയുടെ തലയിൽ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ പോയതാ. അവൾ മരിച്ചിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ, നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഇരിക്കാൻ പറ്റൂ. എൻ്റെ ഭാര്യ മരിച്ചുപോയി, ഞാനിപ്പോൾ ജയിലിലാവേണ്ടതാ. ദൈവം കാത്തു. അന്ന് ഞാൻ തീരുമാനിച്ചു, എൻ്റെ ഭാര്യയോടും മക്കളോട് ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ കുടിക്കില്ലെന്ന്. ഞാൻ കുടിക്കത്തില്ല. അവർ കുറേയേറെ പറഞ്ഞു നോക്കി, കുറേയേറെ ഭീഷണിപ്പെടുത്തി നോക്കി, കുറേയേറെ അവർ കളിയാക്കി നോക്കി, ഒറ്റപ്പെടുത്തി നോക്കി. പക്ഷേ ഔസേപ്പ് എന്ന് പറയുന്ന സഹോദരൻ കുടിച്ചില്ല. അദ്ദേഹം ഇവർ മദ്യപിക്കുന്ന സമയത്ത് അവിടെ ജപമാല എടുത്ത് എന്നും ജപമാല ചൊല്ലും. അവരെ ഓരോരുത്തരും ഇവനെ പരിഹസിക്കാൻ വേണ്ടി ഇവൻ ജപമാല ചൊല്ലുമ്പോൾ ഇവൻ്റെ മുമ്പിൽ മെഴുകുതിരി കുത്തിവെച്ച് കത്തിച്ച്, വിശുദ്ധനായ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കളിയാക്കുമായിരുന്നു. അറബിയോട് പറഞ്ഞു, ഔസേപ്പിൻ്റെ പേര് മാറ്റി ഔസേപ്പ് പുണ്യാളാന്നാക്കി, പുണ്യാളാന്ന് വിളിച്ചാൽ മതിയെന്ന്. അറബി പിന്നെ പുണ്യാളാന്ന് വിളിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇവൻ്റെ മുമ്പിൽ അവർ മദ്യക്കുപ്പിയുമായി വന്ന് എന്നും അവർ ഇവനെ ഭീഷണിപ്പെടുത്തും. അവർ ജോലിക്ക് പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകാതെയായി. ഭക്ഷണം ഒരുമിച്ച് വെച്ചാൽ ഇവന് കൊടുക്കാതെ നോക്കി. അങ്ങനെ എല്ലാ ദിവസവും ഇവനെ വേദനിപ്പിച്ചു. പക്ഷേ ഔസേപ്പ് എന്ന് പറയുന്ന സഹോദരൻ മദ്യപിച്ചില്ല. അദ്ദേഹം നല്ല മോനായി എന്നും ജപമാല ചൊല്ലി കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഓരോ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. കൂട്ടുകാർ 15 പേരും കുടിയോട് കുടിയാണ്. ഒരു ദിവസം അതിലൊരുത്തും പറഞ്ഞു, വേണ്ടടാ, ഔസേപ്പ് കുടിക്കണില്ലേ, എന്തിനാണ് നമ്മളായിട്ട് അവനെ നശിപ്പിക്കണത്? അവനെങ്കിലും രക്ഷപ്പെട്ടോട്ടെ, അവൻ പാവം, അവൻ പറഞ്ഞില്ലേ അവൻ ജയിലിൽ പോകേണ്ട മോനല്ലേ, അവനെ ദൈവം രക്ഷപ്പെടുത്തി വേണ്ടടാ, അവനെങ്കിലും നന്നായിക്കൊള്ളട്ടെ. അവർ ഓരോരുത്തരായി പറഞ്ഞു, വേണ്ട, അവൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്രാർത്ഥനയല്ലേ, നമുക്കും പ്രാർത്ഥിക്കാടാ, നമുക്ക് എല്ലാ ദിവസവും കുടി വേണ്ട. ഓരോരുത്തരായി കുടി നിർത്താൻ തുടങ്ങി. ഇപ്പോഴുള്ള ഒരു ഔസേപ്പ് എന്ന് പറയുന്ന സഹോദരൻ കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ,
ഞങ്ങൾ 16 പേരുണ്ടായതിൽ ഇപ്പോൾ 2 പേരൊഴിച്ച് 13 പേര് വെച്ചാൽ ഇപ്പോൾ കുടി നിർത്തി. അവരിപ്പോൾ കുടിക്കില്ല. ഞങ്ങൾ സന്ധ്യ ആവുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ വചനം വായിക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഔസേപ്പ് എന്ന് പറയുന്ന ഒരു സഹോദരൻ ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊല്ലാൻ ശ്രമിച്ച് ജീവിതത്തിൽ വലിയൊരു ദുരന്തത്തിലേക്ക് പോയ ഒരു മകനെ ദൈവം എന്തുകൊണ്ട് ഒരു തടവ് പുള്ളിയാക്കിയില്ല, ഒരു വലിയ ശിക്ഷയിലേക്ക് വിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഈ കളയെ എന്തുകൊണ്ട് ദൈവം പറിച്ചു കൂട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. ഈ കളയെന്ന് പറയുന്ന ഔസേപ്പ് വിളസമാനമുള്ള ഒരു ഔസേപ്പായി തീരാൻ ഇത്രയ്ക്ക് സമയമേ വേണ്ടൂ എന്ന് ദൈവത്തിന് അറിയാം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ കളകളായി ജീവിക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവം നമ്മളെ വെറുതെ വിടുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ. കരുണാമയനായ ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കളകൾ കാണാഞ്ഞിട്ടല്ല. വിളയെന്ന് പറയുന്ന ഞാൻ വിളയായി തീരും എന്ന വലിയ ഒരു സ്വപ്നത്താലാണ്. പ്രിയമുള്ളവരെ, ധൂർത്തപുത്രൻ മടങ്ങി വരുന്നത് നോക്കി കാത്തിരിക്കുന്ന സ്നേഹപിതാവിനെ പോലെ കളയായ ഞാൻ വിളയാകുന്നതും നോക്കി എൻ്റെ ദൈവം കാത്തിരിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരു യുവജന കൺവെൻഷനിൽ ഒരു പയ്യനോട് ചോദിച്ചു, ഫാദർ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അപ്പോൾ വിളസമാനമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി, അച്ഛനോ അമ്മയോ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ തിന്മയായി ജീവിക്കുമ്പോൾ, ഞാൻ തെറ്റിലൂടെ നടക്കുമ്പോൾ ദൈവം എന്നെ ശിക്ഷിക്കാതെ വിടുവല്ലേ? ഇതൊരു പുതിയ തിരിച്ചറിവ്. അപ്പോൾ എനിക്കിങ്ങനെ തെറ്റായി ജീവിച്ചാലും കുഴപ്പമില്ലല്ലേ എന്ന്. പ്രിയമുള്ളവരെ, ആ സഹോദരൻ ഈ വചനത്തിലൂടെ കിട്ടിയ ദർശനം ഇതാണ്. കുടുംബത്തിൽ ആരെങ്കിലും ഒരു നല്ല വിളയായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവരോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ശിക്ഷിക്കാതെ ദൈവം കടത്തി വിടുമെന്ന്. പ്രിയമുള്ളവരെ, ഇത് മനസ്സിലാക്കിയെന്നോണം ഈ വചനഭാഗത്തിൻ്റെ അവസാനം യേശു പറയുന്നൊരു വാക്യം ഇതിങ്ങനെയാണ്: ഒടുവിൽ വിളവെടുപ്പിൻ്റെ സമയത്ത് ഞാൻ വേലക്കാരോട് പറയും, നിങ്ങൾ കളകൾ ശേഖരിച്ച് ചുട്ടുകളയുവാൻ കെട്ടുകളാക്കി വയ്ക്കുവിൻ, എന്നിട്ട് മതി വിളകൾ അറപ്പുരയിൽ സ്വരുക്കൂട്ടാൻ എന്ന്. പ്രിയമുള്ളവരെ, ഒരിക്കൽ ദൈവം കളകളെ അലക്കുമെന്ന് പറയ്ക്കുമെന്ന് വചനം പറയുന്നുണ്ട്. എപ്പോഴാണെന്ന് വചനം പറയുന്നത്? വിളവെടുപ്പിൻ്റെ സമയം. നമ്മുടെ വിളവെടുപ്പിൻ്റെ സമയം എന്ന് പറയുന്നത് എന്താണ്? വിളവെടുപ്പെന്ന് പറയുന്നത് എൻ്റെ മരണമല്ലേ? എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്ക് എങ്ങനെ പറയാനാകും? ഇന്ന് രാവിലെ കുരിശു വരച്ച് എഴുന്നേറ്റവർ ഇന്ന് രാത്രി കുരിശും പിടിച്ചാണോ കിടക്കുക എന്ന് ആർക്ക് പറയാനാകും? 100% ഉറക്കമുറപ്പ് നൽകുന്ന സുനിദ്ര ബെഡിലോ മറ്റോ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ, AC റൂമിൽ കിടന്നുറങ്ങിയ ഒരു മനുഷ്യൻ ഇന്ന് രാത്രി ഫ്രീസറിലാണോ അന്തി ഉറങ്ങുക എന്ന് ആർക്ക് പറയാനാകും? വില കൂടിയ കാറിൽ പോയ മനുഷ്യൻ ആംബുലൻസിലാണോ മടങ്ങി വരിക എന്ന് ആർക്ക് പറയാനാകും? എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ വിളവെടുപ്പിന് മുമ്പ് നമുക്ക് ഓരോരുത്തർക്കും വിളയായി തീരണം. പ്രിയമുള്ളവരെ, ഇന്നത്തെ വചനത്തിൻ്റെ ദർശനം ഇതാണ്. നമ്മുടെ ദൈവം നമ്മുടെ കളകളും കളസമാനമുള്ള ജീവിതങ്ങളെ കാണുന്നുണ്ട്. ദൈവം അതോടൊപ്പം വിളയായ മനുഷ്യരെയും കാണുന്നു. പലപ്പോഴും ഈ ലിജോ എന്ന മകൻ്റെ അമ്മയെ കണ്ട് അവനെ നശിപ്പിക്കാതെ വിട്ടതുപോലെ ദൈവം നമ്മളെയൊക്കെ വെറുതെ വിടുന്നത് അവരുടെയൊക്കെ കണ്ണീരിൻ്റെയും നന്മകളുടെയും പിൻബലത്താലാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാം ദൈവം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, സങ്കീർത്തകൻ 90-ാം സങ്കീർത്തനം 12-ാം വാക്യം: ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ. എത്ര നാൾ ഇനി ഉണ്ടെന്നറിയാത്ത ജീവിതത്തിൽ കളയായല്ല വിളയായി വിളസമാനമായി ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ദൈവം ഫലമന്വേഷിക്കുന്ന ദൈവമല്ലേ? വിളയായി തീരാൻ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.